വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പെരിന്തൽമണ്ണയുടെ ഹൃദയാന്തരങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഇന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തില് ചേലുള്ള ചെറുപുഴയ്ക്കായി നാടുണർത്തുന്ന ഒരു ഘോഷയാത്രയ്ക്ക് തുടക്കമിടുകയാണ്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയും ഭരണസമിതി അംഗങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ നാടിന്റെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം, അതിനെ ജനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടതെന്ന്. അപ്പോൾ ചെറുപുഴ എന്ന് പറയുന്നത് മാലിന്യം അടിഞ്ഞുകൂടി നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിനെക്കുറിച്ചൊക്കെ ചാനട്ടൻ വാർത്ത നൽകിയിരുന്നു. അപ്പോൾ ചേലുള്ള ചെറുപുഴയുടെ സംരക്ഷണത്തിന്, പുഴ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ ഇവിടെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുന്നു. ഇത് ഘോഷയാത്രയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. വിവിധ സ്കൂളുകളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. ഇനി ഘോഷയാത്ര കാണാം. അതിനുശേഷം നമുക്ക് ഈ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ സമാപനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഭാവിന്റെ പ്രകൃഷ്ടമായ ഭൂമി കേടുപാടുകൾ കൂടാതെ കൈമാറാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലിമണ്ണായി കാന്തപുരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസിന്റെയും നേതൃത്വത്തിൽ നിരവധി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തോടുകൂടി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലൂടെ കടന്നു വരുമ്പോ ആശീർവദിച്ചാലും അനുമോദിച്ചാലും അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. ചെറുപുഴ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇന്ന് റിപ്പബ്ലിക് ദിനമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു സാംസ്കാരിക ഘോഷയാത്ര, ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അപ്പൊ അതിന് MLAയുടെ കൂടി ഒരു സഹകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുമ്പ് തന്നെ നമ്മളെ ശുദ്ധജല സംരക്ഷണത്തിന് വേണ്ടി, നമ്മളുടെ വാട്ടർ സോഴ്സുകളെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷെ അത് ബ്ലോക്ക് പഞ്ചായത്ത് വളരെ വിപുലമായി ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നഗരത്തിന്റെ, നമ്മളിപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ നദികളാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പൊള്യൂട്ട് ചെയ്യുന്നതും നദികളെയാണ്. ചെറിയ ഒരു വാട്ടർ സോഴ്സ് പോലും സംരക്ഷിച്ചു നിർത്തേണ്ട സാമൂഹ്യ ഉത്തരവാദിത്വവും പൗരബോധവും ഉണ്ടാവേണ്ട ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മലിനപ്പെടുത്തുന്നത് നമ്മളുടെ വാട്ടർ സോഴ്സുകളെയാണ്. അതുകൊണ്ട് ഈ ചെറുപുഴ സംരക്ഷിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുന്ന ഈ വലിയ ഇനീഷ്യേറ്റീവിനൊപ്പം 100% ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മളുടെ നാടിന്റെ ഒരു വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് ദിനം എന്നാൽ വൈവിധ്യങ്ങളുള്ള ഈ രാജ്യത്തെ, എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഈ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി നമുക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയാം. ആ ഭരണഘടനയാൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ പിറവിയാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. നമ്മൾ ഭരണഘടനയാണ് റിപ്പബ്ലിക് ഡേ എല്ലാ സമയത്തും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലുപരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഈ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ കാലത്ത് അടിസ്ഥാന സൗകര്യം വലിയ വീടോ കെട്ടിടമോ അല്ല, ഏറ്റവും ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം എന്നിങ്ങനെ മാലിന്യമില്ലാത്ത ഒരു അന്തരീക്ഷം തന്നെയാണ്. ആ മാലിന്യമില്ലാത്തൊരു ഭാവിക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും ജീവിക്കാവുന്ന സുസ്ഥിരമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ്
യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ചെറുപുഴ സംരക്ഷണം ചേലുള്ള ചെറുപുഴയ്ക്കായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് റിപ്പബ്ലിക് ദിനത്തിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തി. ഇനി ബോധവൽക്കരണ പരിപാടികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥര് എല്ലാം പങ്കെടുത്ത്, ലജീബ് കാന്തൂർ MLA ഉൾപ്പെടെ പങ്കെടുത്ത ഘോഷയാത്ര കഴിഞ്ഞു. ഇനിയിപ്പോ ബോധവൽക്കരണ പരിപാടികൾ, ലഘു നാടകങ്ങളൊക്കെയാണ്. വിവിധ കോളേജുകളിലെ NSS യൂണിറ്റിന്റെയൊക്കെ സഹകരണത്തോടെയാണ്. അപ്പോൾ MLA പൂർണ്ണമായിട്ടും ചെറുപുഴ സംരക്ഷണം, ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് എല്ലാ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കുട്ടികളെ പങ്കെടുപ്പിച്ചത് ബോധവൽക്കരണം എല്ലായിടത്തേക്കും ഈ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുന്നതിനാണ്. അപ്പോൾ ഏതായാലും ഇനി ചെറുപുഴ സംരക്ഷണം മാത്രമല്ല, മറ്റുള്ള ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നതിന് തുടക്കമാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.